ഏഞ്ചൽ ആൻഡ് ഏബൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എങ്ങനെയാണ് കിളിക്കൂട് നിർമ്മിക്കാം എന്നതാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്കിന്ന് കാണിക്കുന്നത്. ഞാൻ ഇന്ന് നിങ്ങൾക്കായി കാണിക്കുന്നത് കിളിക്കൂട് ഉണ്ടാക്കുന്ന വിധങ്ങളാണ് കാണിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ വാങ്ങിയിട്ടുള്ളത് ഷീറ്റ് എന്ന് പറയുന്നത് നെറ്റെന്ന് വെച്ചാൽ 1/2 ഇഞ്ചിൻ്റെ നെറ്റാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇത് 3 മീറ്റർ നെറ്റാണ് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. ഞാനിപ്പോൾ ടേപ്പിൽ 1.5 അടി എടുത്തിട്ടുണ്ട്. 1.5 അടി പൊക്കം, 1.5 അടി വീതി, 1.5 അടി നീളം, ഇങ്ങനെ മാർക്ക് ചെയ്താണ് ഞാൻ പോകുന്നത്. ഞാൻ നേരത്തെ അളന്ന് വെച്ച ഭാഗങ്ങളാണ്, ഞാൻ മാർക്ക് ചെയ്ത ഭാഗങ്ങളാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ മടക്കാൻ കണക്കാക്കി നമുക്ക് ഇപ്പോൾ ഞാൻ ഇത് കാണാം, ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. സംഗതി ഞങ്ങൾക്ക് ഇതിപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ കണക്കാക്കിയാണ് ഞാൻ ഈ വീഡിയോ കറക്റ്റ് എല്ലാം സൂം ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. 3 മീറ്റർ ഷീറ്റിൽ നിന്ന് ഞാനിതാ ഇപ്പോൾ പകുതി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അടുത്തായി കാണിക്കുന്നത് ഇത് മടക്കുന്ന രീതിയാണ് കാണിക്കുന്നത്. ഇതിപ്പോൾ 1.5 അടി നീളം, 1.5 അടി പൊക്കം, 1.5 അടി വീതി. അത് കറക്റ്റ് മാർക്ക് ചെയ്ത അതിൽ ഞങ്ങൾ ചെറിയൊരു തടി കഷ്ണം വച്ച ശേഷം അതിൻ്റെ പുറത്ത് ചവിട്ടി നിന്ന് ചെറിയൊരു ചുറ്റിയലോ തടിപ്പീസോ എന്ത് വേണോ എടുക്കാം, പതിയെ അതിൽ തട്ടിക്കൊടുക്കണം. അപ്പം നമ്മൾ ഈ അളവ് മാറാതെ നോക്കിക്കോണം. അളവ് മാറിയാൽ കൂടിൻ്റെ ഷേപ്പ് കറക്റ്റ് ആവില്ല. ഇതിപ്പോൾ ഞാൻ കാണിക്കുന്ന പോലെ നിങ്ങൾ ചെയ്താൽ എളുപ്പമായിരിക്കും. കണ്ട് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും ഈ ഒരു കൂട് നിർമ്മിക്കാൻ. ഇതിപ്പോൾ 2 പേരും ഉണ്ടെങ്കിൽ നമുക്കിത് മടക്കാൻ പറ്റുള്ളൂ. ഇത് മടക്കിയ ശേഷം പയ്യെ തട്ടി ഒതുക്കണം, എന്നാലേ നമുക്ക് കൂട് ലെവലായി കിട്ടത്തുള്ളൂ. ഞങ്ങൾ ആദ്യം മടക്കിയതുപോലെ തന്നെ 4 വശവും ഒരേപോലെ തന്നെ, ഇതിൽ ഒരു മാറ്റവും വരാതെ മാർക്ക് ചെയ്ത കറക്റ്റാ വച്ച് തന്നെ നമ്മൾ 4 വശവും മടക്കിയെടുക്കണം. നാല് വശങ്ങളും ഒരേപോലെ ആവാൻ വേണ്ടി നമുക്ക് ഇതേപോലെ മടക്കി കൊടുക്കണം. മടക്കിയ ശേഷം ഒന്നും കൂടെ തട്ടി ലെവൽ ചെയ്യണം. ലെവൽ ചെയ്ത ശേഷം ഇങ്ങനെ ഷീറ്റ് ഈ ഒരു രീതിയിൽ വരും. അതടുത്ത് കൊരുക്കുന്ന രീതിയാണ് കാണിക്കുന്നത്. ഇത് സെപ്പറേറ്റ് പീസുകളല്ല, ഇതെല്ലാം ഒറ്റ പീസിൽ നിന്നാണ് ഞാൻ കോട്ടി എടുത്തിട്ടുള്ളത്. ഇതിന് മടക്കാൻ വേണ്ടി ഇതൊന്ന് കറക്റ്റ് നോക്കിക്കോളൂ. ഞങ്ങൾ ഇതിൽ നിന്ന് തന്നെ കമ്പി എടുത്താണ് മടക്കുന്നത്. എന്ന് വെച്ചാൽ ഇതിൻ്റെ സൈഡ് അറ്റം, 2 അറ്റവും ചെറിയ രീതിയിൽ കട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ മൂർച്ചയുള്ള ഭാഗം കിട്ടും. അത് വെച്ചാണ് മടക്കി വിടുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ കെട്ട് കമ്പിയുടെ ഉപയോഗം കുറവായിരിക്കും. ഇത് വെച്ച് തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ 4 സൈഡും ഇങ്ങനെ മടക്കി കൊടുക്കണം. ഈ കമ്പി തന്നെ മടക്കി കൊടുക്കണം. ഇതിൽ കാണുന്ന പോലെ സാവധാനം മടക്കി കൊടുത്താൽ മതി. കൂടുതൽ മടക്കുമ്പോൾ നമുക്ക് ഈ കമ്പി ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സാവകാശം ചെയ്താൽ മതി. അങ്ങനെ ഈ കൂടിൻ്റെ 4 വശവും ആയിട്ടുണ്ട്. അടുത്ത് നമ്മൾ ചെയ്യുന്നത് ചട്ടി കെട്ടുന്ന രീതിയാണ്. ഈ കൂട്ടിനകത്ത് ചട്ടി വയ്ക്കണം. ഞാനിപ്പോൾ പിഞ്ചസിൻ്റെ കൂടാണ് ചെയ്യുന്നത്. ഇത് ചട്ടി വയ്ക്കുന്ന രീതിയാണ് കാണിക്കുന്നത്.
അടുത്തതായിട്ട് അതിൻ്റെ ഡോറാണ് കട്ട് ചെയ്യുന്നത്. അതിനെ മാർക്ക് ചെയ്യുന്ന ഇതാണ് കാണിക്കുന്നത്. മാർക്ക് ചെയ്ത കമ്പി കട്ടർ ഉപയോഗിച്ച്, ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന കട്ടർ ഹാൻഡ് കട്ടറാണ്. ഹാൻഡ് കട്ടർ ഉപയോഗിച്ച് അത് പതുക്കെ കട്ട് ചെയ്ത് എടുക്കണം. ഇപ്പോൾ നമുക്കൊരു കിളിക്കോട് ആയിട്ടുണ്ട്. ഇത് 1.5 അടി നീളം, 1.5 അടി പൊക്കം, 1.5 അടി വീതി, ആ തോതിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ ചെയ്തത് ഒരു 3 മീറ്റർ നെറ്റിൽ 2 കൂടുകൾ ഞാൻ ചെയ്തത് ഇതാണ് കാണിച്ചത്. ഇത് കിളിക്കൂടിൻ്റെ എല്ലാം സെറ്റും വച്ച് ഞാൻ സെറ്റ് ചെയ്തതാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.